കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം ഇന്നലെ VSന്റെ വിയോഗ വാർത്ത വന്നത് മുതൽ നമ്മളിങ്ങനെ ഇടമുറിയാതെ അണമുറിയാതെ കേൾക്കുകയാണ്. അത് മഴയെന്നോ വെയിലെന്നോ ഇല്ല, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, അത് നഗരമെന്നോ ഗ്രാമമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും VS കടന്നു വന്ന വഴികളിലൊക്കെയും ആ മുദ്രാവാക്യം ഇങ്ങനെ മുഴങ്ങിക്കേക്കുന്ന മണിക്കൂറുകൾ. ആ വിലാപയാത്ര കടന്നു വന്ന വഴിയിലാകുകയും ആ വിലാപയാത്രയെ സ്വീകരിക്കുന്നത്, യാത്രയാക്കുന്നതെല്ലാം ആ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, നേതാക്കൾക്കടക്കം നിയന്ത്രിക്കാനാവാത്ത വിധം VSന്റെ പ്രിയപ്പെട്ട മനുഷ്യർ, അത് സംഘടനാ പ്രവർത്തകർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ മാത്രമല്ല, അവരിങ്ങനെ ആ വാഹനത്തിലേക്ക് വന്ന് ആർത്തലച്ച് ആ വാഹനത്തിലേക്ക് തന്നെ അടുത്ത് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. റെഡ് വോളണ്ടിയർ ക്യാപ്റ്റന്മാരൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ ആൾക്കൂട്ടമാണ് ഇപ്പോൾ ഈ വാഹനം കടന്നു വന്നിരിക്കുന്നിടത്ത്. ആ വാഹനത്തിന് ചുറ്റും അല്ലെങ്കിൽ അത് വാഹനത്തിൻ്റെ വശങ്ങളിൽ വലിയ ആൾക്കൂട്ടം എത്തുന്നു. അവർ മുദ്രാവാക്യം മുഴക്കുകയാണ്. തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ. പ്രിയ നേതാവ് ഈ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആവുന്നത്രയും ഉച്ചത്തിൽ, ആവുന്നത്രയും ആവേശത്തിൽ VSന് വേണ്ടി അവർ മുദ്രാവാക്യം മുഴക്കുകയാണ്. ഒരുപക്ഷത്തെ അവരുടെ ആവേശത്തെ അടക്കി നിർത്താൻ നേതാക്കൾക്ക് പോലും ആവാത്ത തരത്തിൽ അവരുടെ സ്നേഹവായ്പാണത്. മനീഷ് മഹിബാലുണ്ട്. മനീഷ്, ഇപ്പോൾ എവിടെയാണ് ഈ വിലാപയാത്ര എത്തിയിരിക്കുന്നത്? വലിയ ആൾക്കൂട്ടമുണ്ട്. ആ വാഹനം കടന്നു പോകാനാവാത്ത തരം വശങ്ങളിൽ ആളുകൾ നിറയുന്നു. കൊല്ലത്ത് കൊട്ടിയത്തേക്കാണ് VSന്റെ ഭൗതികദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുക. മണിക്കൂറുകളായി, ഏകദേശം 11 മണിക്കൂറിലധികമായി ഈ തെരുവീഥികളിൽ കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ വന്നു, പക്ഷേ VS കത്തിപ്പടരുകയായിരുന്നു അവരുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ. VSന്റെ ആശയം അവരുടെ മനസ്സിൽ കത്തിപ്പടരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മഴയൊക്കെ തന്നെ മാറ്റിവെച്ച് ജനങ്ങൾ VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കൊട്ടിയത്തേക്ക് എത്തി നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഴ മാറി നിന്നിട്ട് അല്പസമയങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നിലവിൽ ആളുകളൊക്കെ 6 മണിക്കൂറുകൾ, ഞാൻ പറയുന്ന 6 മണിക്കൂറായി VSനെ അവസാനമായി കാണാൻ നിൽക്കുകയാണ്. ഇതുവരെയും കൊട്ടിയത്തേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ VSന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് സ്വവസതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവസാനമായ ആ സഖാവിനെ, ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന ജനതയാണ്. അവിടെ കക്ഷി രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, വർഗമില്ല. എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കൊട്ടിയത്തെ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത സ്ഥലം കൊല്ലം കഴിഞ്ഞ ആലപ്പുഴയിലേക്കാണ്. അവിടെ കായംകുളത്തേക്കാണ്. കായംകുളത്ത് നിന്നും പിന്നെ അമ്പലപ്പുഴയിലേക്കും ഹരിപ്പാടേക്കും അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം കൊണ്ടുപോകും. അങ്ങനെ 9 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ അത് മറികടന്നുകൊണ്ട് ആ കണക്കൂട്ടലുകൾ തെറ്റിക്കൊണ്ട് നിലവിൽ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ വിലാപയാത്ര കടന്നു പോകുന്ന ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയും. അങ്ങനെ ആബാല ജനങ്ങൾ, അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ VS ഒരു തരംഗമായി മാറുകയാണ്. ഇനി ഓർമ്മകളുടെ കടലിൽ അദ്ദേഹം ഒരു തിരമാലയായി മാറുകയാണ്. ആ വികാരം മനസ്സുകളിൽ തുടിച്ചു നിൽക്കുകയാണ്. വിപ്ലവ സൂര്യന് റെഡ് സല്യൂട്ട് നൽകാൻ തെരുവീഥികളിൽ ജനസാഗരമാവുകയാണ് ജനങ്ങൾ. അങ്ങനെ റെഡ് സല്യൂട്ട് നൽകുകയാണ് VSന്. അവസാനമായി ഇല്ല മരിക്കുന്നില്ല, VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറയുന്നത് അവർ ഹൃദയത്തിൽ നിന്നാണ്, അവർ മനസ്സിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് VS കത്തിപ്പടരുകയാണ് ഓരോ തെരുവീഥികളിലും. തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ നിന്നും തുടങ്ങിയ ആ യാത്ര ഇപ്പോഴും കൊല്ലത്ത് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇനിയും നേരം പുലരുവോളം എത്തിയാലും അത് ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ പറവൂരിൽ പുന്നപ്രയിലെ സ്വവസതിയിലേക്ക് എത്തിച്ചേരുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം ജനസഞ്ചയമാണ് ഇവിടെ കാത്തു കെട്ടിക്കിടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ തന്നെ അങ്ങനെ തന്നെ കാണാൻ കഴിയും. അങ്ങനെ വിപ്ലവ സൂര്യന് അവസാനമായി ഒരു റെഡ് സല്യൂട്ട് നൽകാൻ തെരുവീഥികളിൽ ജനസാഗരം കാത്തു നിൽക്കുകയാണ്. കണ്ണേ കരളെ
വിളിപ്പേരുമായി അദ്ദേഹത്തിന് VS എന്ന രണ്ടക്ഷരം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന ജനലക്ഷങ്ങളെ നമ്മൾ ഇതുവരെയും ഈ തെരുവീഥികളിലൊക്കെ തന്നെ കണ്ടു. അങ്ങനെ ജനനായകന് സ്നേഹാഭിവാദനങ്ങൾ അവസാനമായി നേരാൻ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയമില്ലാതെ, ജാതിയില്ലാതെ, മതമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഇങ്ങനെ തെരുവീഥികളിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ച ഇങ്ങനെ കാണാൻ സാധിക്കും. അതിന് രാത്രിയില്ല, മഴയില്ല, പകലില്ല, വെയിലില്ല, അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും എത്തിച്ചേരുന്ന കാഴ്ച. അങ്ങനെ ഓരോ തെരുവീഥികളിലും ഓരോ പോയിന്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അതാണ്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന ഓരോ മുദ്രാവാക്യവും അത് മനസ്സിൽ തട്ടി വിളിക്കുന്ന മുദ്രാവാക്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ നിന്ന് തുടങ്ങി പിന്നീട് പാളയത്തും നമ്മൾ കണ്ടു. ആ രീതിയിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നിന്നും കൊല്ലത്തേക്ക് എത്താൻ തന്നെ ഏകദേശം അത് 10 മണിക്കൂറോളം സമയം പിന്നിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വാക്കുകളില്ല, VSനെ നിർവചിക്കാൻ നമുക്ക് വാക്കുകളില്ല. ഒരുപക്ഷെ ഇത്രത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ ജനങ്ങൾ ഇത്രത്തോളം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സന്ദർഭം രാഷ്ട്രീയ കേരളത്തിൽ ഇതിനു മുമ്പൊന്നും ഉണ്ടായ സാഹചര്യം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല. ഒരുപക്ഷെ EK നായനാരും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ തന്നെ അത്തരത്തിൽ അവരുടെയൊക്കെ തന്നെ നിര്യാണത്തിൽ ഇങ്ങനെ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ടായിരിക്കാം പിന്നീട് VS അച്യുതാനന്ദൻ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ ഇത്രയും അധികം ആളുകൾ ഈ സമയത്തും മഴയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ VS എന്ന വിപ്ലവ സൂര്യനെ, അങ്ങനെ സമരങ്ങളുടെ നായകനെ, അങ്ങനെ പോരാട്ടങ്ങളുടെ തെരുവീഥികളിൽ ജനങ്ങളെ ആകെ നയിച്ച ആ നേതാവിനെ, ജനങ്ങളുടെ പാവപ്പെട്ടവൻ്റെ പടത്തലവനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ആളുകളും, കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ള ആളുകൾ, അതിൽ CPIM എന്നോ CPM എന്നോ ഒപ്പം തന്നെ BJP എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ ഒട്ടനേകം ആളുകൾ ഹൃദയത്തിൽ നിന്നും അവസാനമായി റെഡ് സല്യൂട്ട്, ഇല്ലേ ഇല്ല മരിക്കുന്നില്ല, VS ജീവിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലൂടെ എന്ന് പറയാൻ 1000 ആളുകൾ ഇങ്ങനെ തെരുവീഥികളിൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊട്ടിയത്തിൻ്റെ ഭൂമിയിലേക്ക് അല്പസമയത്തിനകം തന്നെ VSന്റെ ഭൗതിക ശരീരം, ഭൗതികദേഹം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോകുൽ.